ണ്ട്. അതിനെ മറികടക്കണമെങ്കിൽ ഈ ട്രെയിൻ വരുന്ന സമയത്തേക്ക് ഒരു വലിയ ബ്രിഡ്ജ് ഇവർ കൊണ്ട് ഫിക്സ് ചെയ്യുകയാണ്. എന്നിട്ട് കപ്പൽ പോകേണ്ട സമയത്ത് എന്ത് ചെയ്യും? ഇതിനെ ക്രെയിനിൽ പൊക്കിയെടുത്തിട്ട് നേരെ ഇങ്ങനെ തിരിച്ച് മാറ്റിവെക്കും. അങ്ങനത്തെ ഒരു അങ്ങനത്തെ സിസ്റ്റം പഴയ കാലങ്ങളിൽ പല സ്ഥലങ്ങളിലും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. ഞാൻ ഇപ്പോൾ ഈ സൂയസിലോട്ടൊക്കെ സൂയസ് കനാലുണ്ടല്ലോ, സൂയസ് കനാലിനെ ക്രോസ് ചെയ്യാൻ ഞാൻ സൂയസ് കനാൽ ക്രോസ് ചെയ്ത് പോയിട്ടുണ്ട്. പക്ഷെ അത് എപ്പോഴും ഇല്ല, ഇറ്റ്സ് എ ബ്രിഡ്ജ്. പക്ഷേ അതൊരു ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള ബ്രിഡ്ജാണ്. കപ്പൽ വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ഈ സാധനം തിരിച്ചു വെക്കുകയാണ്. സൂയസിലൂടെ എപ്പോഴും കപ്പൽ പോകുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ. കപ്പൽ പോകാത്ത സമയത്ത് അവരെന്ത് ചെയ്യും? നമുക്ക് പോകാനായിട്ട്, നമ്മുടെ വണ്ടിയൊക്കെ ഓടിച്ച് അങ്ങോട്ട് പോകാനായിട്ട് ഒരു ബ്രിഡ്ജ് കൊണ്ടുവെക്കും. പക്ഷേ കപ്പൽ പോകുമ്പോഴത്തേക്ക് അവർ ബ്രിഡ്ജ് എടുത്ത് മാറ്റുകയാണ്. ഇതുപോലൊരു സിസ്റ്റം. അങ്ങനെ ഒരു സിസ്റ്റത്തിൽ ഈ ബ്രിഡ്ജ് ഫിക്സ് ചെയ്യുന്ന ഒരു മനുഷ്യൻ, അതൊരു കാട്ടുപ്രദേശത്താണ് ബ്രിഡ്ജ് ഫിക്സ് ചെയ്യുന്നതായ ഒരു മനുഷ്യൻ, അയാളുടെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചിട്ട് ട്രെയിൻ വരുന്ന സമയം ആകുമ്പോഴത്തേക്ക് ഇത് കയറ്റി വെക്കണം. അങ്ങനെ ഇയാൾ കയറ്റി വെക്കാൻ നോക്കിയ സമയത്ത് പെട്ടെന്ന് ഇത് ഫിക്സ് ആകുന്നില്ല. ശരിക്കും അത് എന്നാണ്, ഒരു മെക്കാനിക്കലായിട്ട് അത് ഫിക്സ് ആകേണ്ടതാണ്. അവർ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഇത് വന്നിട്ട് ഫിക്സായി കഴിയുമ്പോഴത്തേക്ക് ആ ബൾബ് ഗ്രീൻ ബൾബാകും. പക്ഷേ ഇത് ഫിക്സ് ആകുന്നില്ല. പക്ഷേ ട്രെയിൻ വരികയുമാണ്. ട്രെയിൻ വരുന്ന സമയത്ത് ഇത് ഫിക്സ് ആകാത്തത് കൊണ്ട് ഇനി ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, ഇയാൾ ചെന്നിട്ട് ഒരു ലിവർ വെച്ച് ഇത് അമർത്തി പിടിക്കണം. ഇല്ലെങ്കിൽ ട്രെയിൻ പാളം തെറ്റിപ്പോകും. ഇയാൾ ഓടി ഇറങ്ങി ഈ ലിവർ വെച്ച് ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നതായ സമയത്ത് ഫിക്സ് ചെയ്തു. അപ്പോൾ ഇനിയിപ്പോൾ കുഴപ്പമില്ല, കാര്യം മെക്കാനിക്കലായിട്ടത് നടന്നില്ലെങ്കിലും മാനുവലായിട്ട് അയാളത് ചെയ്തു. അപ്പോൾ ഇത് പിടിച്ചോണ്ടിരിക്കുകയാണ്, ഇയാളിങ്ങനെ പിടിച്ചോണ്ടിരിക്കുകയാണ്. ഈ ലിവറേത് കൈവിട്ടാൽ ഇത് പൊങ്ങിപ്പോവും. അപ്പോൾ ലിവർ താഴ്ത്തി ഇങ്ങനെ പിടിച്ച് വെച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ട്രെയിൻ പോകാനായിട്ട്. ആ സമയത്ത് ഈ മനുഷ്യൻ്റെ ഭാര്യ 3 വയസ്സ് 4 വയസ്സുള്ള കൊച്ചിനോട് പറഞ്ഞു, ഈ കോൾ യുവർ ഡാഡി. ഈ കൊച്ചെന്ത് ചെയ്യുന്നറിയാമോ? ഈ ബ്രിഡ്ജെ കൂടെ ഓടി വരികയാണ്. അപ്പോൾ ഇയാൾ ആകെപ്പാടെ ഒരു ഡിലമയിലായി. ട്രെയിൻ അപ്പുറത്തൂടെ വരുന്നു, ഒരു കൊച്ച്, അയാളുടെ സ്വന്തം കുഞ്ഞ് ഓടി ഇങ്ങോട്ട് വരികയാണ്, ഡാഡി എന്ന് വിളിച്ചുകൊണ്ട്. ഈ കുഞ്ഞിൻ്റെ ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് ഇയാൾ ലിവർ വിട്ടിട്ട് കൊച്ചിനെ ചെന്നെടുക്കാനായിട്ട് നോക്കി. അപ്പോഴത്തേക്ക് ഈ പാലം പൊങ്ങാൻ തുടങ്ങിയപ്പോൾ അയാൾക്ക് മനസ്സിലായി, ഈ പാലം പൊങ്ങിക്കഴിഞ്ഞാൽ ഈ ട്രെയിനിലൊരു പക്ഷേ 1000 1500 പേര് കാണുമായിരിക്കും. ഈ 1500 പേരുടെ ലൈഫ് അപകടത്തിലാണ്. അയാൾ പെട്ടെന്ന് ഒരു പകച്ചു നിൽക്കുകയാണ്. എന്ത് ചെയ്യണം? എന്താണ് അയാളുടെ ചോയ്സ്? അവിടെയാണ് വരുന്നത്. അയാൾ എന്ത് ചൂസ് ചെയ്യും? ഈ ലിവർ ഇട്ടേച്ച് കൊച്ചിനെ പോയി എടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? 1500 പേര് മരിക്കും. ഇനി അതല്ല, ഈ ലിവർ പിടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ കുഞ്ഞിൻ്റെ ദേഹത്തൂടെ ട്രെയിൻ കയറിപ്പോകും. എന്ത് ചെയ്യും? എന്താണ് ചൂസ് ചെയ്യേണ്ടത്? അയാൾ പതിയെ കണ്ണുകൾ അടച്ചിട്ട് ഈ ലിവർ താഴ്ത്തി തന്നെ പിടിച്ചുകൊണ്ടിരുന്നു. ഒരു നിമിഷം കഴിഞ്ഞപ്പോൾ ട്രെയിൻ ഈ പാളത്തിലൂടെ കയറി. പിന്നെ നമ്മൾ കാണുന്നത് അതിൻ്റെ കടകട ശബ്ദം മാത്രമേ ഉള്ളൂ. ട്രെയിൻ കയറിപ്പോവുകയാണ്. പക്ഷേ ആ കുഞ്ഞ് ട്രെയിനകത്ത്, ട്രെയിനിൻ്റെ ട്രെയിനിൻ്റെ യാത്രയിൽ അത് അമർന്ന് മരിച്ചു പോകുന്ന ഒരു സ്റ്റേജ്. ഇതൊരു ചെറിയൊരു മൂവിയാണ്, ദ ബ്രിഡ്ജ് എന്ന് പറഞ്ഞ്. അതിന് അവസാനം എഴുതി കഴിഞ്ഞത്, ഫോർ ഗോഡ് സോ ലവ്ഡ് ദ വേൾഡ് ഹി ഗേവ് ഹിസ് ഓൺലി ബിഗോട്ടൺ സൺ ദാറ്റ് ഹൂസോർ ബിലീവത്ത് ഇൻ ഹിം ഷാൽ നോട്ട് പെരിഷ് ബട്ട് ഹാവ് ഇറ്റേണൽ ലൈഫ്. വാസ്തവത്തിൽ കാൽവറി ക്രൂശിൽ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത് എന്ന് യേശു ചോദിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. യുഗങ്ങളായി ഇന്ന് വരെ പിരിഞ്ഞിട്ടില്ലാത്തതാണ് പിതാവും പുത്രനും. ആദ്യം അന്തവുമില്ലാത്തവനാണ് കർത്താവ് പിതാവ്. നമുക്ക് കൺസീവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ യുഗങ്ങളിൽ ഒരിക്കലും ഇന്നുവരെയും അന്യോന്യം പിരിഞ്ഞിട്ടില്ലാത്ത 2 വ്യക്തിത്വങ്ങളാണ്. ഞാൻ മാനുഷികമായ വാക്കുകളാണ് ഉപയോഗിക്കുന്നത്, വ്യക്തിത്വങ്ങൾ എന്നൊക്കെ. ആര്? പിതാവും പുത്രനും. യേശു കർത്താവ് ഭൂമിയിൽ ജീവിച്ചപ്പോൾ പോലും ഡോണ്ട് തിങ്ക് ദാറ്റ് ഗാഡ് വാസ് ഇൻ ഹെവൻ ആൻഡ് ജീസസ് വാസ് ഇൻ എർത്ത് ആൻഡ് ദേ ആർ 2 ഗോഡ്സ്. അങ്ങനെയൊന്നും ആരും ചിന്തിക്കരുത്. അങ്ങനെ 2 ദൈവങ്ങളൊന്നുമല്ല. അതുകൊണ്ടാണ് യേശു കർത്താവ് പറയുന്നത്, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തി ചെയ്യുന്നു. അവർ പിരിഞ്ഞിട്ടില്ല. യുഗങ്ങളിൽ ഒരിക്കലും പിതാവും പുത്രനും തമ്മിൽ എന്ത് ചെയ്തിട്ടില്ല? പിരിഞ്ഞിട്ടില്ല. യുഗങ്ങളിൽ ഒരിക്കലും ഒരു നിമിഷം പോലും അവർ 2 ഇരുന്നിട്ടില്ല. അതിന് കഴിയുകയില്ല. ഒരു സെപ്പറേഷൻ അനിവാര്യമാണ്. ഇവിടെ ഇതുവരെയും നടന്നിട്ടില്ലാത്ത ഒരു സെപ്പറേഷൻ, ഇതുവരെയും യുഗങ്ങളിൽ ഒരിക്കലും പിരിഞ്ഞിട്ടില്ലാത്ത പുത്രനും പിതാവും. മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങളെ ഏറ്റെടുക്കേണ്ടി വന്നപ്പോൾ പിതാവ് നോക്കുമ്പോൾ കാണുന്നത് എന്താണ്?
കാൽവറി ക്രൂശിൽ തൂങ്ങിയാടുന്നത് തൻ്റെ മകനല്ല, പ്രത്യുത ആരാണ് അവിടെ? മനുഷ്യവർഗത്തിൻ്റെ പാപം. അവിടെയാണ് നമ്മൾ വായിക്കുന്നത്, പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതി ആകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. പിതാവ് അവനെ നോക്കിയിട്ട് അവനെ രക്ഷിക്കാൻ നോക്കിയിരുന്നെങ്കിൽ, ഇഫ് ഹി വാസ് സേവിങ് ഹിസ് ഓൺ സൺ, പിതാവ് പുത്രനെ യേശുവിനെ രക്ഷിക്കാൻ നോക്കിയിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ? നമ്മളെല്ലാവരും അധമപാതാളത്തിലേക്ക്, നമ്മളെല്ലാവരും നരകത്തിൻ്റെ ആഴത്തിലേക്ക് പോകും. ഒരു ചോയ്സ് അത്യാവശ്യമായി വന്നപ്പോൾ, അതാണ് മറ്റേ കഥയുടെ പ്രത്യേകത ഞാൻ പറഞ്ഞത്, ബ്രിഡ്ജ് എന്ന സ്റ്റോറിയുടെ കഥ. ആർക്കും സ്വന്തം കുഞ്ഞിനെ കൊന്നുകളയാൻ ഇഷ്ടമില്ലല്ലോ, ഉണ്ടോ? ഒരിക്കലുമില്ല. ഏതെങ്കിലും ഒരു അപ്പൻ എൻ്റെ മകൻ ട്രെയിൻ കയറി മരിക്കട്ടെ എന്ന് പറയുമോ? ഇല്ല. രക്ഷിക്കണമെന്നുണ്ട്, മകനെ രക്ഷിക്കണമെന്നുണ്ട്. പക്ഷെ മകനെ രക്ഷിച്ചാൽ 1500 പേരുടെ ജീവൻ അപകടത്തിലാണ്. ഈ 1500 പേരെ രക്ഷിച്ചാൽ മകൻ്റെ ജീവൻ അപകടത്തിലാണ്. ഈ ഒരു ക്രൈസിസിലാണ് യേശു കർത്താവിൻ്റെ ക്രൂശ് വന്ന സമയത്തെ പിതാവ്. എന്ത് ചെയ്യണം? ഒരു വല്ലാത്ത ക്രൈസിസാണ്, എന്ത് ചെയ്യണം? എന്നാൽ ദൈവം എന്ത് ചെയ്തു? എന്നെയും നിങ്ങളെയും രക്ഷിക്കുന്നതിനെക്കുറിച്ച് ഓർത്തപ്പോൾ സ്വന്തം മകൻ്റെ മുകളിലൂടെ മരണത്തിൻ്റെ തീവണ്ടി കയറി പോകാൻ അനുവദിച്ചു. എന്നെയും നിങ്ങളെയും നിത്യതയിൽ നരകത്തിലേക്ക് തള്ളിയിടുവാൻ മനസ്സില്ലാത്തത് കൊണ്ട് ദൈവകോപത്തിൻ്റെ ശിക്ഷാവിധിയുടെ തീവണ്ടി യേശുവിൻ്റെ ശരീരത്തിലൂടെ കയറിപ്പോകുവാനായിട്ട് അനുവദിച്ചു. ഇതാണ് ദൈവസ്നേഹം. ഇതാണ് നമ്മൾ കാൽവറി ക്രൂശിൽ കാണുന്ന ദൈവസ്നേഹം. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, അവൻ്റെ പുത്രനെ നൽകുവാൻ, അല്ലെങ്കിൽ കർത്താവ് നമുക്ക് വേണ്ടി, റോമാലേഖനം 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന ഭാഗം അതാണ്, നമുക്ക് വേണ്ടി ദൈവത്തെ ഏൽപ്പിച്ചു തന്നതുകൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹം അവൻ പ്രദർശിപ്പിച്ചിരിക്കുകയാണെന്നാണ് പറയുന്നത്. ദൈവത്തിൻ്റെ സ്നേഹം അവൻ പ്രദർശിപ്പിച്ചിരിക്കുന്നു. റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ വേഴ്സ് 6 വായിക്കുമ്പോഴത്തേക്ക്, നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുവാൻ എന്നത് ദുർലഭം, ഗുണവാന് വേണ്ടി പക്ഷെ മരിപ്പാൻ തുനിയുമായിരിക്കും. ക്രിസ്തു നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ക്രിസ്തു നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഇല്ലെങ്കിൽ, അത് സംഭവിച്ചിരുന്നില്ലെങ്കിൽ, ഇൻഫാക്ട് ദാറ്റ് ഈസ് ദ ബിഗസ്റ്റ് തിങ്. കർത്താവ് എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്തെന്ന് ചോദിച്ചപ്പോൾ പിതാവ്, ഇല്ല മോനെ, ഞാൻ നിന്നെ കൈവിടില്ല, എനിക്കതിന് കഴിയില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ മുഴുവൻ നിത്യനരകത്തിൽ, നിത്യനാശത്തിൽ കഴിയേണ്ടി വന്നേനെ. അവിടെയാണ് കർത്താവിൻ്റെ സ്നേഹം. ആ മനുഷ്യൻ 1500 പേരുടെ വീണ്ടെടുപ്പിന് വേണ്ടി സ്വന്തം കുഞ്ഞിനെ ബലി കൊടുക്കുവാൻ തയ്യാറായതുപോലെ മനുഷ്യവർഗത്തിന് വേണ്ടി, ദ ഹോൾ മാൻകൈൻഡ്, ടോട്ടൽ മനുഷ്യവർഗത്തിന് വേണ്ടി തൻ്റെ സ്വന്തം പുത്രനായ യേശുവിനെ യാഗമാക്കുവാൻ യേശു കർത്താവ് തയ്യാറായി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അവിടെയാണ് കർത്താവ് മുഖം മറയ്ക്കുമ്പോൾ ആ ദൈവ സ്നേഹത്തിൻ്റെ പ്രദർശനം, ദൈവസ്നേഹത്തിൻ്റെ പ്രദർശനം നമ്മൾ അവിടെ കാണുകയാണ്. നമ്മൾ 5-ാമത്തെ തിരുമൊഴിയിലേക്ക്, നമ്മൾ ക്രൂശിലെ 4 തിരുമൊഴികളാണ് നമ്മൾ കണ്ടത്. ആദ്യത്തേത് എന്താണ്? പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ, മധ്യസ്ഥതയ്ക്കായുള്ള അപേക്ഷയാണെന്ന് നമ്മൾ കണ്ടു. നമ്മുടെ ജീവിതത്തിലും അത് പ്രസക്തമാണ്. പാപം അറിയാതെ ചെയ്താലും മധ്യസ്ഥതയുടെ അഭാവത്തിൽ അവരുടെ പാപം ക്ഷമിക്കപ്പെടുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. എന്ന് തന്നെയല്ല, പാപം ക്ഷമിക്കപ്പെടുവാനുള്ള ഒരു മധ്യസ്ഥത എന്നുള്ളതിനേക്കാൾ ഉപരി ദൈവകോപം അവൻ്റെ മേൽ പതിക്കാതെ അറിവിലേക്ക്, ഇവർ എന്താണ് ചെയ്യുന്നതെന്ന് അറിയായ്മ കൊണ്ട് ഇവരോട് ക്ഷമിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ അറിവിലേക്ക് അവരെ തിരിച്ച് മടക്കി വരുത്തുവാനുള്ള, അതിനുവേണ്ടിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മധ്യസ്ഥത എന്ന് പറയുന്നത്. ഓൾവേസ് മധ്യസ്ഥതയുടെ പ്രധാനപ്പെട്ട കാര്യം അതാണ്. മധ്യസ്ഥത ഒരു മനുഷ്യൻ്റെ പാപം ക്ഷമിക്കുന്നില്ല, പക്ഷേ മധ്യസ്ഥത ദൈവകോപം അവൻ്റെ മേൽ നിപതിക്കുന്നതിന് താമസം വരുത്തുന്നു എന്ന് തന്നെയല്ല, ഇവർ അറിയായ്മ കൊണ്ട് ചെയ്യുന്നത് എന്നുള്ളത് പറയുമ്പോൾ യേശുവിനെക്കുറിച്ചുള്ള അറിവിലേക്ക് ജനങ്ങളെ നയിക്കുന്നതിനാണ് നമ്മൾ മധ്യസ്ഥത അണയ്ക്കുന്നത്. അറിവിലേക്ക് ജനങ്ങളെ നയിക്കുക എന്നുള്ളതാണ്. നമ്മളെ ഭൂമിയിലേക്ക് ദൈവം വിളിച്ചപ്പോൾ 2 കാര്യങ്ങളാണ് മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത്. ഒന്ന്, അവനെ അറിയുക. രണ്ടാമത്തേത് എന്താണ്? അവനെ അറിയിക്കുക എന്നുള്ളതാണ്. അറിയിക്കുക. അതുകൊണ്ട് നമ്മൾ അവനെ അറിയിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അവനെ അറിയുന്നത് വരെയും ആളുകൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കേണ്ടതിന് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മധ്യസ്ഥത അണയ്ക്കുന്നത്. രണ്ടാമത്തേത് എന്താണ്? ഇന്ന് നീ എന്നോട് കൂടെ
പറുദീസയിലിരിക്കും. മൂന്നാമത് യേശു കർത്താവ് തൻ്റെ അമ്മയോട് മറിയയോട് പറഞ്ഞു, യോഹന്നാനെ കാണിച്ചിട്ട് പറഞ്ഞു, ഇതാ നിൻ്റെ മകൻ. എന്നിട്ട് യോഹന്നാൻ പറഞ്ഞു, ഇതാ നിൻ്റെ അമ്മ എന്ന് പറയുന്നതാണ് നമ്മൾ മൂന്നാമത്തെ തിരുമൊഴിയാണ് നമ്മൾ കാണുന്നത്. നാലാമത്തെ തിരുമൊഴി നമ്മളിപ്പോൾ വായിച്ചു, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്. ഒരു പക്ഷേ യേശുവിൻ്റെ വാക്കുകൾ കേട്ടിട്ട് ദൈവം യേശുവിനെ കൈവിടാതിരുന്നെങ്കിൽ നമ്മൾ കൈവിടപ്പെട്ടു പോയേനെ. എന്നാൽ അവിടെയാണ് ദൈവത്തിൻ്റെ സ്നേഹം പ്രദർശിപ്പിക്കുന്നത്. ക്രിസ്തു നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രദർശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അഞ്ചാമത്തെ തിരുമൊഴി എന്ന് പറയുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യത്തിൽ, അതിൻ്റെ ശേഷം സകലവും തികഞ്ഞിരിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട് തിരുവെഴുത്ത് നിവൃത്തിയാകും വണ്ണം എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ പുളിച്ച വീഞ്ഞ് നിറഞ്ഞൊരു പാത്രം വെച്ചിട്ടുണ്ടായിരുന്നു. അവർ ഒരു സ്പോങ് പുളിച്ച വീഞ്ഞ് നിറച്ച ഈസോപ്പ് തണ്ടിന്മേൽ ആക്കി അത് അവൻ്റെ ചുണ്ടിനോട് അടുപ്പിച്ചു. യേശു പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം നിവൃത്തിയായി എന്ന് പറഞ്ഞ് തല ചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. എനിക്ക് ദാഹിക്കുന്നു. അതാണ് അഞ്ചാമത്തെ തിരുമൊഴിയായി നമ്മൾ കാണുന്നത്. ക്രൂശിന്മേൽ കിടക്കുന്ന ഒരു മനുഷ്യന് ദാഹിക്കുക എന്ന് പറയുന്നത് അത്ര വലിയ അത്ഭുതമൊന്നുമല്ല. കാര്യം യേശുവിനെ പോലെ, അല്ലെങ്കിൽ ആ കഷ്ടതയുടെയും നമുക്കെപ്പോഴും എന്താണ്, വെൻ വി ആർ എക്സേർട്ടഡ്, നമ്മളുടെ ജീവിതം നമ്മുടെ അധ്വാനത്തിൽ, അല്ലെങ്കിൽ വേറെ രീതി പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഒരുത്തിനെ തല്ലി അവശനാക്കി കഴിഞ്ഞാൽ അവൻ ആദ്യം ചോദിക്കുന്ന കാര്യം എന്താ ചോദിക്കുന്നത്? അല്പം വെള്ളം. അന്നേരം ആഹാരമൊന്നുമല്ല ചോദിക്കുന്നത്. എന്താണ് ചോദിക്കുന്നത്? വെള്ളം. പീഡിപ്പിക്കപ്പെടുന്ന ആളുകളും ആരും എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ് അല്പം വെള്ളം, ഒരു ദാഹത്തിൻ്റെ ജലം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഫിസിക്കലി അവന് ഏതെങ്കിലും കാരണവശാൽ വെള്ളം ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് കുറ്റമൊന്നുമില്ല. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഫിസിക്കലി മാനുഷിക നിലയിൽ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിടുന്നത് ചോദിച്ചാലും അതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കുറ്റം പറയാനൊന്നും പറ്റത്തില്ല. അത് കുറ്റം പറയാൻ പാടില്ല. കാരണം എപ്പോഴും യേശു കർത്താവ് മാനുഷികത ഉപേക്ഷിക്കാത്ത ആളാണെന്ന് ആലോചിക്കണം. ദൈവികത ഏറ്റെടുക്കാതെ, അല്ലെങ്കിൽ ദൈവികതയുടെ അവൻ്റെ കഴിവുകളെ, അവൻ്റെ എബിലിറ്റീസ്, അവൻ്റെ അതിനുള്ള അതിൻ്റെ സ്ട്രെങ്ത്, അതിൻ്റെ ശക്തിയെ, ദൈവികതയുടെ ശക്തിയെ അവൻ ഒരിക്കലും ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. പകരം ആ മാനുഷികതയുടെ പൂർണ്ണതയിൽ എല്ലാ തരത്തിലും അവൻ എല്ലാം സഹിക്കാനായിട്ട് തയ്യാറെടുക്കുകയാണ്. ഇപ്പോഴെന്താണ് ഇവൻ പറയുന്നു, എനിക്ക് ദാഹിക്കുന്നു. ഇതിനും ഒരു മാനുഷിക വശവും ഒരു അല്ലെങ്കിൽ ഒരു ദൃശ്യ യാഥാർത്ഥ്യവും ഒരു ആത്മയാഥാർത്ഥ്യവുമുണ്ട്. അതിനകത്ത് ദൃശ്യ യാഥാർത്ഥ്യമാണ് ഞാൻ പറഞ്ഞത്. ആസ് എ ഹ്യൂമൻ ബീയിങ് ഇത്രയും കഷ്ടം സഹിച്ച ഒരാൾ എനിക്ക് ദാഹിക്കുന്നു എന്ന് പറയുന്നതിനകത്ത് യാതൊരു അർത്ഥവുമില്ല. അവരുടനെ തന്നെ എന്ത് ചെയ്യുന്നതെന്നറിയാമോ? അവര് ഒരു സ്പോങ് പുളിച്ച വീഞ്ഞ് നിറച്ച് ഈസോപ്പ് തണ്ടിന്മേൽ ആക്കി അവൻ്റെ വായോട് അടുപ്പിച്ചു എന്നാണ് നമ്മൾ കാണുന്നത്. മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് മാത്യു അതിൻ്റെ 27-ാം അധ്യായത്തിൻ്റെ 34-ാമത്തെ വാക്യം, അവിടെയും ഇതേപോലെ തന്നെ നമ്മൾ കാണുന്നുണ്ട്. 34-ാമത്തെ വാക്യത്തിൽ അവർ അവന് കയ്പ് കലക്കിയ വീഞ്ഞ് കുടിപ്പാൻ കൊടുത്തു. അത് രുചി നോക്കിയാറെ അവന് കുടിപ്പാൻ മനസ്സായില്ല. അവനെ ക്രൂശിൽ തറച്ച ശേഷം അവർ ചീട്ടിട്ട് അവൻ്റെ വസ്ത്രം പകുത്തെടുത്തു. ഇവിടെയും ഇതേപോലെ തന്നെ വരുന്നത്. ഇവിടെ പറയുന്നത് കയ്പ് കലക്കിയ വീഞ്ഞ്. കയ്പ് കലക്കിയ വീഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്പിച്ച വീഞ്ഞെന്നുള്ള അർത്ഥത്തിലല്ല, ട്രക്ഡ് വൈനാണിത്. ട്രക്ഡ് വൈൻ എന്ന് ഞാൻ പറയാൻ കാര്യം, ഇതുപോലെ വേദന എടുക്കുന്ന ആളുകളോട് മനസ്സലിവ് തോന്നുന്ന ആരെങ്കിലും എന്ത് ചെയ്യുമെന്നറിയാമോ? സ്വാഭാവികമായും വേദന സംഹാരിയാണിത്. വേദന സംഹാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വേദന അനുഭവിച്ചതല്ലേ, പാവം കുറച്ചു നേരം മയങ്ങിക്കിടക്കട്ടെ എന്നുള്ള നിലയിൽ വേദന സംഹാരിയാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ അവനത് രുചി നോക്കിയെന്ന് എഴുതുന്നുണ്ട്. പക്ഷെ രുചി നോക്കി ഇവിടെ എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയാമോ? അത് രുചി നോക്കിയാണ് അവന് കുടിപ്പാൻ മനസ്സായില്ല എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇത് പഴയ നിയമത്തിലെ ഒരു പ്രവചനത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തിരുവെഴുത്ത് നിവൃത്തിയാകും വണ്ണം നടക്കുന്ന ഒരു കാര്യമാണ്. 69-ാമത്തെ സങ്കീർത്തനം, സാംസ് 69 അതിൻ്റെ 21-ാമത്തെ വാക്യം വായിക്കുമ്പോൾ വേഴ്സ് 21 നമ്മളിങ്ങനെ കാണുന്നു, അവർ എനിക്ക് തിന്നുവാൻ കയ്പ് തന്നു, എൻ്റെ ദാഹത്തിന് അവർ എനിക്ക് ചൊറുക്ക കുടിപ്പാൻ തന്നു. ഇറ്റ് ഈസ് വിനിഗർ ചേർത്ത, അല്ലെങ്കിൽ ട്രക്ഡ് ആയിട്ടുള്ള, അതായത് വേദന സംഹാരി കലർത്തിയ, വിനിഗർ കലർത്തിയതായ വീഞ്ഞാണ് യേശുവിന് കുടിക്കാൻ കൊടുക്കുന്നത്.